الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. تدبر القرآن. اليوم سنتحدث من آية 87 بعد 100 إلى آية 90 بعد 100. 187 മുതൽ 190 വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരൊക്കെ വായിച്ചു നോക്കി എന്നൊരു മെസ്സേജ് ആയിട്ടിരുന്നു. നിങ്ങൾ കയറുന്നതിന് മുമ്പ് ലിങ്ക് നോക്കും. അപ്പോൾ ലിങ്ക് നോക്കുമ്പോൾ ഞാൻ മുമ്പ് കാണുന്നത് ഇതാണ്, ഞാൻ വായിച്ചു നോക്കി എന്നാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി 11 പേര് അതിന് ആൻസർ ചെയ്യാണ്ട്. എന്താ 11 പേര് ആൻസർ ചെയ്യാതെ പോയത്? ആ മെസ്സേജ് കണ്ടായിരുന്നു നിങ്ങൾ? ആൻസർ ചെയ്യാത്തവർ ആ മെസ്സേജ് തന്നെ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കൂല എന്നുള്ള ആ മെസ്സേജ് അത് വേറെ, അത് പണ്ട്, അത് കുറെ മുമ്പ്. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ 8:22 മുമ്പ് കയറിയോ? ഇല്ല, കേറിന്, പക്ഷെ അത് കണ്ടില്ലല്ലോ മെസ്സേജ്. 8:22 മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇന്ന് എടുക്കേണ്ട പാഠഭാഗം വായിച്ചു നോക്കിയോ അതാണ്. ഇല്ല, ഞാൻ വായിച്ചില്ല. ഇന്ന് എടുക്കേണ്ട 2 പേജ് വായിച്ചിട്ടില്ല. ഈ പേജ് വായിച്ചില്ല. ഞാൻ വാക്കർത്ഥം ഒന്ന് നോക്കിയിരുന്നു. പേജ് വായിച്ചു നോക്കാൻ സമയം കിട്ടി. വാക്കർത്ഥം എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? വാക്കർത്ഥം ഇട്ടണല്ലോ ഗ്രൂപ്പില്. അപ്പം നമ്മൾ വായിച്ചു നോക്കുക, വാക്കർത്ഥം കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇതാണ് നിങ്ങളുടെ ജോലി. വാക്കർത്ഥം മാത്രം നോക്കിയിട്ടുള്ള ഒരൊറ്റ നോട്ടം അല്ല, അപ്പൊ പിന്നെ പഠിക്കുന്ന ജോലിയും കൂടെ ഞാൻ ചെയ്താൽ പോരെ? ഞാൻ ഇത് കഴിഞ്ഞിട്ടില്ലാതെ എനിക്ക് തീരെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഒക്കെ അർത്ഥവാക്കർത്ഥം ഒറ്റ നോട്ടം നോക്കി. വേറെ ആരാ വായിക്കാത്തത്? മല്ലം യഖറ. വായിച്ചിട്ടുണ്ട് ഉസ്താദെ, കുറച്ച് മുന്നേ തന്നെ വായിച്ചിട്ടുണ്ട്. അതെ, വായിക്കാതെ വന്ന ആരുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. വായിക്കാതെ വന്ന ആരുമില്ല. വലാ തുബാശിറൂഹുന്ന എന്ന് പറഞ്ഞാല് ക്രിയ എന്താണ്? ലാ തുബാശിറൂഹുന്ന എന്ന് പറഞ്ഞതില് ബാഷറ. നിങ്ങൾ പഠിച്ച 17 ഗ്രൂപ്പിൽ ഒന്നിൽ അതിലുണ്ടാകണം. ബഷറ എന്ന് പറഞ്ഞാൽ ലാ തുബാശിറു എന്ന് വരുന്നത് എങ്ങനെയെന്ന് നോക്കണം. ജാഹദ ഗ്രൂപ്പാണോ? ഇത് പുതിയ വാക്കൊന്നും കാണുന്നില്ലല്ലേ? റഫസും പുതിയ വാക്കാണ്. പിന്നെ അതൊക്കെ അപൂർവം വാക്കുകളാണ്. റഫസൊക്കെ പുതിയ വാക്കാണെങ്കിലും ഇതെന്താണ്, അപൂർവം വാക്കാണ്. ഇത് അറിഞ്ഞില്ലെങ്കിലും ഖുർആൻ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവും. പുതിയ വാക്കാണ്. പിന്നെ ഉഹില്ല എന്നുള്ള ഒരു പുതിയ വാക്കുകൾ തന്നെയാണ് തോന്നുന്നത്. ആണോ? പിന്നെ പുതിയ വാക്ക് അതെ, ഖുർആൻ വായിക്കുമ്പോ അധികം അറിയാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ 10 താഴെ അങ്ങനെ കുറച്ചുള്ളതാണ് കാണുന്നതൊക്കെ. നോക്കി ഹലാലും ഹറാമും ഒക്കെ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഹലാലാക്കി എന്നെങ്ങനെ പറയും? എങ്ങനെ ഹലാലാക്കി? ഹലാലാക്കി. ഉഹില്ല ഹലാലാക്കപ്പെട്ടു. പിന്നെ ബാഷറിന്റെ അർത്ഥം പിന്നെ അതും പഠിച്ചില്ലല്ലോ നമ്മള്. പഠിക്കാത്തതാണ്. അപ്പം നിങ്ങളിപ്പോ വാക്കർത്ഥം നോക്കിയിട്ടാണോ ഒന്നെന്ന് പറഞ്ഞു? കത്തരട്ട നോട്ടം നോക്കി.
അപ്പൊ നമ്മുടെ ആയിഷത്ത പറയുന്നത് പോലെയുള്ള സംഭവമൊന്നും വേറെ ഒരു സ്റ്റുഡന്റിനും അനുവദനീയമല്ല കേട്ടോ. അവര് കുറെ ആഴ്ച കൊണ്ട് പറയുന്നു എനിക്കിതൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നു. അത് ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുക, ഞാൻ എതിർത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും ആ പണി എല്ലാ സ്റ്റുഡൻസും ആരും എന്ത് ചെയ്യരുത്, കോപ്പി അടിക്കരുത്. അതെ, ഞാൻ എന്റെ വെയിറ്റ് നിങ്ങൾ ഓപ്ഷൻ കഴിഞ്ഞു, നിങ്ങൾ പറയാനുള്ള സംഭവം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മറുപടിയേ ഇല്ല. നിങ്ങൾക്ക് മറുപടി ഇല്ലെന്നോ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ള അവസരമേ ഇല്ല. ക്ഷമിക്കണം കേട്ടോ, പറഞ്ഞു പോകുന്നതിൽ. കാരണം നമ്മൾ വായിച്ചു വരിക എന്നുള്ളത് നേരത്തെ ചെയ്യേണ്ടതാണ്. പിന്നെ വാക്കർത്ഥം പഠിച്ചവർ കണ്ടെത്തുക, അറിയാത്ത വാക്കുകൾ കണ്ടെത്തുക, അതിന്റെ വാക്കർത്ഥം പഠിച്ചവരൊക്കെ ഓപ്ഷനാണ്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇതെന്താണ്, ഒരാള് പഠിക്കാതെ വന്നാൽ അത് ഒരു വൈറസ് ആണ്. ഒരു വൈറസ് എന്ന് പറയും. വൈറസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പകരും എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നതാണ് കേട്ടോ, ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പകർച്ചവ്യാധി എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് അതിനെ നിഷേധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ പകരും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ളതുപോലെ അത് പകർച്ചയാണ്. അതൊരു സ്റ്റുഡന്റിന് മാതൃകയാക്കാവുന്നതേ അല്ല. നമ്മളെ സ്റ്റുഡന്റിന് പ്രത്യേകിച്ചും നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കലല്ല ചെയ്യുന്നത്. നമ്മളെന്താണ് എങ്ങനെ തദബ്ബറാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പൊ തദബ്ബറാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഖുർആൻ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ സംഭവവും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ 2.5 വർഷത്തെ കോഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പലരും 2 അല്ല 3 വർഷമൊക്കെ 3-4 വർഷമൊക്കെ കഴിഞ്ഞ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ വായിച്ചാൽ മനസ്സിലാക്കാനുള്ള സംബന്ധമൊക്കെ ചെയ്തു. ഇനി അത് പൂർത്തീകരിക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ അടുത്ത ലെവലിലേക്ക് ഇറങ്ങി ആയത്തിന്റെ ആശയം മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ അതിന്റെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ഈ അൽ ബഖറ മുതലുള്ള ക്ലാസ്സുകളെല്ലാം. അപ്പൊ അതുകൊണ്ട് ഈ പരമ്പരയിൽ വരുന്നവർക്ക് ആർക്കും പേജ് വായിച്ചിട്ട് വരാനോ, പേജ് വായിക്കാതെ ക്ലാസ്സിൽ പങ്കെടുക്കാനോ, അതേപോലെ അറിയാത്ത വാക്കുകൾ പേജ് വായിക്കുക, അറിയാത്ത വാക്കുകൾ കണ്ടെത്തുക, ആ കണ്ടെത്തിയ വാക്കുകളുടെ അർത്ഥം പഠിക്കുക. അത് നമ്മൾ ഇട്ടുതരും. നമ്മൾ കണ്ടെത്തിയ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ടീച്ചർമാർ കൊടുത്തിരിക്കുന്നത്. അവര് ആ വാക്ക് ഇട്ടുതരികയാണ്. അപ്പൊ നമ്മൾ തന്ന വാക്കിൽ നിങ്ങൾ കണ്ടെത്തിയ, അറിയില്ല എന്ന് കണ്ടെത്തിയ വാക്കുകൾ വന്നിട്ടില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാം. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അറിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വാക്ക് നിങ്ങൾക്ക് അർത്ഥം തരാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ 3 സംഗതിയും ചെയ്യാതെ നിങ്ങൾക്ക് ഖുർആൻ ഈ ഭാവിയിൽ അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അവിടെ എന്താവും, ഒരു ബാരിയർ നിലനിൽക്കും, ഒരു തടസ്സം നിലനിൽക്കും. ബൈനഹുമാ ഹിജാബൻ എന്ന് പറഞ്ഞാൽ അവിടേക്കിടയിൽ ഒരു തടസ്സം ഉണ്ടാവും. ആ തടസ്സം ഇതാണ്, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമാണ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ വിജയം എന്നത് ഖുർആൻ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ വിജയം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, നിയത്താക്കി കഴിഞ്ഞു. അതാണ് നമ്മൾ ലക്ഷ്യം നേടിയെടുക്കുക, ഖുർആൻ ആശയം മനസ്സിലാക്കുക, അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി സ്വീകരിക്കണം. ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴി പോകാൻ പറ്റും? അപ്പോ കേരള ഗവൺമെന്റിന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിൽ അപേക്ഷിക്കാം. അപേക്ഷിച്ചാൽ പിന്നീട് അവർ പറയുന്നത് പോലെ ചെയ്യണം. ഏത് എയർപോർട്ടിൽ നിന്ന് കയറണം എന്ന് പറഞ്ഞാൽ ആ എയർപോർട്ടിൽ നിന്ന് കയറണം. പിന്നീട് അത് അവിടെ ചെന്നിട്ട് ഇറങ്ങുന്ന എയർപോർട്ട് ഉണ്ടാവും. അവിടെ ചെന്നാൽ പിന്നീട് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഈ മാർഗം സ്വീകരിക്കാതെ നമ്മൾ എനിക്ക് ഹജ്ജ് ചെയ്യാൻ നിയത്ത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹജ്ജ് ചെയ്യാൻ നിയത്ത് ചെയ്ത് നിയത്താവില്ല. അപ്പൊ ഈ പറയുന്ന പോലെ ചെയ്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ. ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താനുള്ള മാർഗം സ്വീകരിക്കണം. മാർഗം സ്വീകരിക്കാതെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങളൊരു ഒരാളെ ഗൈഡായിട്ട് സ്വീകരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് ഗ്രൂപ്പിൽ പോകാൻ പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. പിന്നെ അവർ പറയുന്നവർ ചെയ്യണം. അത് നമ്മളെ ഗൈഡായിട്ട് സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഇത് വാജിബാണ്, ഫർളാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയുന്ന കാര്യം നിർബന്ധമാണ്, ഫോളോ ചെയ്യണം. റസൂലെ എന്നൊക്കെ പറഞ്ഞു. അള്ളാഹിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, നിങ്ങളെ കൈകാര്യകർത്താക്കളെ അനുസരിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ അല്ലാതെയും കുറെ ആൾക്കാർ പഠിച്ചു പോകുന്നുണ്ട്.
അങ്ങനെയുള്ളവർ ശരിയായ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുകയില്ല എന്നാണ് ഞാൻ വീണ്ടും അടിവരയിട്ട് ഒന്നുകൂടി പറഞ്ഞത്. ഇനി നമ്മൾ വായിക്കുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്തുകൊണ്ടേ പോകണം. പിന്നെ ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം വായിക്കുക. ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് മാത്രം വായിച്ചെങ്കിൽ മാത്രമേ പിന്നീട് ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ഓടി വരുള്ളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون ولا تأكلوا أموالكم بينكم بالباطل ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين وحل لكم അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അനുവദനീയമാക്കിയ ആളിനെ പറയാത്തത് കൊണ്ടാണ്, ഫാഇലിനെ പറയാത്തത് കൊണ്ടാണ് മുഹില്ല മജ്ഹൂലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അല്ല അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്ത സിയാമി, നോമ്പിന്റെ രാത്രി. അപ്പൊ നോമ്പിന്റെ രാത്രിയെ നിങ്ങൾക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ലേലത്തെ സിയാമി, നോമ്പിന്റെ രാത്രി. ലേലത്തെ സിയാമി എന്ന് പറഞ്ഞാൽ ആ സമയത്തെ കുറിച്ച് പറഞ്ഞു. ലേലത്തെ സിയാമി അത് എന്താണ്? ഉഹില്ല അനുവദനീയമാക്കപ്പെട്ടത്. ഉഹില്ലയുടെ പിന്നെ കർമ്മണി പ്രയോഗത്തിൽ വന്നാൽ പിന്നീട് കർമ്മമല്ല വേണ്ടത്, കർമ്മത്തിന്റെ സ്ഥാനത്ത് വയ്ക്കുന്ന നഇബുൽ ഫാഇൽ എന്ന് പറയും, കർത്താവിന്റെ സ്ഥാനത്ത് വയ്ക്കുന്നത്. അപ്പൊ അതെന്താണ്? അർറഫസു എന്നതാണ്. നായിബുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. കർത്താവിന്റെ സ്ഥാനത്താണ് നിൽക്കുക. കർമ്മം എന്താണ്? കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഉഹില്ല കഴിഞ്ഞിട്ട് പിന്നീട് വരേണ്ടത് കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പദമാണ്. അതെന്താണ്? അർറഫസു ആണ്. എന്തിനെയാണ് നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നത്? അർറഫസു, ശാരീരിക ബന്ധം. ഇലാ നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള. ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും, അവർ നിങ്ങളുടെ വസ്ത്രമാണ്. അൻതും ലിബാസുൽ ലഹുൻ, അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? 2 ഹർക്കത്ത് മാത്രം മണിച്ചു നിർത്തണം. ഒരാൾക്കാർ വാത് പ്രസംഗിക്കുന്ന പോലെ വാന്തും ലിബാസുൽ ലഹുൻ
എന്നൊക്കെ പറഞ്ഞിട്ട് 7 ഹർക്കത്തും ഒന്ന് നീട്ടാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അതേപോലെ ചില ആൾക്കാർ പറയുന്നത് പോലെ അൻതും ലിബാസുല്ലഹുന്ന എന്ന് തൽക്കലത്താക്കാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പം പ്രത്യേകം മനസ്സിലാക്കണം, നൂനിനോ മീമിനോ ശബ്ദുണ്ടായിരിക്കെ ആ അക്ഷരത്തിൽ നിർത്തിയാൽ 2 ഹർക്കത്ത് മണിച്ചാണ് അത്യാവശ്യം. അല്ലാതെ അവിടെ തൽക്കലത്തിന് ഓപ്ഷൻ ഇല്ല, ഒരുപാട് മണിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. ഷെദ് തീരെ ഉച്ചരിക്കാൻ പറ്റൂല. ഇത്രേ ഉള്ളൂ. ഉച്ചരിക്കാൻ പറ്റൂലല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ. ഷെദ് അവിടെ വരുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അൻതും ലിബാസുല്ലഹുൻ, അത് മണിക്കലാണ്, അത്രേ ഉള്ളൂ. ഹുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? പിന്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ സ്ത്രീകൾ. ഹിയ അവൾ, ഹുന്ന ആ പെണ്ണുങ്ങൾ. ഹിയ അവൾ, ഹുന്ന ലഹുന്ന എന്ന് പറഞ്ഞപ്പം ലക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ലഹ പറഞ്ഞിട്ട് ലഹുന്ന. ലഹ ലക്കും, ലക്ക ലക്കും, ലീലന ലഹ ലഹുന്ന. അപ്പോ അന്തും ലിബാസുല്ലഹുന്ന, അവർ നിങ്ങൾക്ക്, അല്ല നിങ്ങൾ, അന്തും നിങ്ങൾ, ലിബാസുൻ ലഹുന്ന അവരുടെ വസ്ത്രവുമാണ്. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. അപ്പോ ആദ്യം വ്രതം നിർബന്ധമാക്കിയപ്പോൾ ഇത് വിശദമായി വ്യക്തമാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ രാത്രിയുടെ കാര്യത്തെ കുറിച്ച് ഒരു പ്രത്യേക നിയമം പറഞ്ഞിരുന്നില്ല. അപ്പൊ എന്തായിരുന്നു? അപ്പോ രാത്രിയും ശാരീരിക ബന്ധപ്പെടുന്നത് എന്ത് ചെയ്തിരുന്നു? വിലക്കിയിരുന്നു. പകൽ ആഹാരം കഴിക്കുന്നതും അതേപോലെ മൊത്തത്തിൽ ശാരീരിക ബന്ധവും വിലക്കിയിരുന്നു ആദ്യം. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്തു? ഇത് നടത്തി ബന്ധപ്പെട്ടിരുന്നു. കാരണം അവർക്ക് അത് എന്ത് ചെയ്തില്ല, പറ്റിയില്ല. അതാണ് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തിരുന്നു? യഖ്താനൂന, വഞ്ചന കാണിച്ചിരുന്നു. ആത്മവഞ്ചന കാണിച്ചു. യഖ്താനൂനയ്ക്ക് എന്താ അർത്ഥം വെച്ചിട്ടുണ്ട്? യഖ്താൻ എന്ന് പറഞ്ഞാൽ ഖാന തന്നെയാണ്. പക്ഷേ എന്താണ്, അക്ഷരം കൂടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിന് ഇത് കൂടും. യഖ്താന വഞ്ചിച്ചു, ഖാനം തന്നെയാണ്. ആത്മവഞ്ചന എന്നൊക്കെ തഫ്സീറിലൊക്കെ കാണും. ഞാനവിടെ വായിച്ച ഓർമ്മയുണ്ട് ആത്മവഞ്ചന എന്ന്. അപ്പൊ എന്ത് ചെയ്തിരുന്നു ഇത്? മറ്റൊരു സംഗതി, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല. നേരത്തെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉണർന്നിരുന്നാൽ ആ സമയം അത്രയും ആഹാരം കഴിക്കാം. ഉണർന്നിരിക്കുന്ന സമയം അത്രയും ആഹാരം കഴിക്കാം. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ആഹാരം കഴിക്കാൻ പാടില്ല. പിന്നീട് എന്താണ്, അടുത്ത ദിവസം ഇഫ്താറിനെ ആഹാരം കഴിക്കാവും. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്തു? അതിൽ ഒരു ചരിത്രം പറയുന്നത്, ഒരു സഹാബി ഇതേപോലെ നോമ്പെടുത്തു. നോമ്പ് തുറക്കുന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോഴും ഭാര്യയോട് ചോദിച്ചു, എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലെന്ന്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കാം, അയൽവാസികളോട് വല്ലതും അന്വേഷിക്കാം, കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ അന്വേഷിച്ചു പോയി, ആഹാരം അന്വേഷിച്ചു പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഭർത്താവ് ഉറങ്ങി കഴിഞ്ഞിരുന്നു. ഉറങ്ങിയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്ത ദിവസം ഇഫ്താറിന് കഴിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം നേരം വെളുത്തപ്പോഴ് കഴിഞ്ഞ ദിവസം നോമ്പായിരുന്നു, കഴിഞ്ഞ രാത്രി ഒരു ദിവസം നോമ്പെടുത്തിട്ട് ഇഫ്താറിനൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ രാത്രി മൊത്തം ഉറങ്ങിപ്പോയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം ആയപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു എന്നാണ് ചരിത്രമുള്ളത്. അപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. അപ്പോ അതേപോലെ തന്നെ ചില ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? ഉറങ്ങിപ്പോയിട്ട് എഴുന്നേറ്റ് ആഹാരം കഴിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതാണ് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും.
ഫതാബ അലൈക്കും. അപ്പൊ നിങ്ങൾ പരസ്പരം നിങ്ങൾ ആത്മവഞ്ചന നടത്തുന്നു എന്ന് അള്ളാഹ് മനസ്സിലാക്കി. ഫതാബ അലൈക്കും, താബ അല എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു. അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചു. അഫാ അൻകും, നിങ്ങൾ നിന്നും എന്ത് ചെയ്തു? നിങ്ങൾക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. മാപ്പ് ചെയ്തു. അഫ എന്ന് പറഞ്ഞാൽ ഗഫറ പുറത്തു കൊടുത്തു. അഫ എന്ന് പറഞ്ഞാൽ തീർത്തും ഇല്ലായ്മ ചെയ്തു എന്നാണ്, മായ്ച്ചു കളഞ്ഞു എന്നാണ്. ഗഫറ എന്ന് പറഞ്ഞാൽ പാപം പുറത്തു കൊടുത്തു. ആ പാപം അവിടെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കുന്നില്ല. അതേസമയം അഫ അൻകും എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്തു? മാപ്പ് ചെയ്ത് കൊടുത്തു, മായ്ച്ചു കളഞ്ഞു എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. അപ്പം മഗ്ഫിറത്തിനേക്കാളും ഒരു പടി കൂടിയിട്ടാണ് ഇത് അഫു എന്ന് പറയുന്നത്. പശ്ചാത്തപിച്ച് മടങ്ങി എന്നുള്ളതിന് അപ്പൊ താബ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്. അപ്പൊ എന്താണ്? അവനിലേക്ക് മടങ്ങി. താബ അല എന്ന് പറഞ്ഞാൽ അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അള്ളാഹ് പശ്ചാത്താപം സ്വീകരിച്ചു. നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചു. അഫാൻകും, നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരും ചെയ്യും. ഫൽ ആന, ഇപ്പോൾ ബാഷിറൂന്ന, ശാരീരിക ബന്ധം നടത്തിക്കൊള്ളുക. അപ്പൊ റഫസിനും ബാഷിറിനും ഒരേ അർത്ഥം വരുന്നത്. ബാഷറ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു എന്നാണ് ശരിക്കും അർത്ഥം. റഫസ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടു എന്നാണ്. അങ്ങനെ തഫ്സീർ വായിക്കുക, കൂടുതൽ വിശദീകരണം കിട്ടും. റഫസ് എന്ന് പറഞ്ഞത് എന്താണ്? സാഹിതീയമായ പ്രയോഗമാണ്. ബാഷറ എന്ന് പറയുന്നത് ഭാഷാർത്ഥം പരസ്പരം സ്പർശിച്ചു എന്നാണ്. ഇവിടെ രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ശാരീരിക ബന്ധപ്പെട്ടു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു എന്ന അർത്ഥത്തിലാണ്. ഫൽ ആന ബാഷിറൂഹുന്ന, ഇപ്പോൾ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക. വബ്തഗൂ, അപ്പൊ ഇത് ഒരു പോയിന്റാണ്. അവരുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് പറഞ്ഞു? വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. ഇതിന് കുറെ കാര്യങ്ങൾ നമ്മൾ ഫിലോസഫി പഠിക്കാനുണ്ട്. ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസാഇക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുവദനീയമാക്കിയാൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ, അനുവദനീയം ആവുകയുള്ളൂ. ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസാഇക്കും. നേരത്തെ എന്തായിരുന്നു? രാത്രിയും വിലക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് രാത്രി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് എന്ത് പറഞ്ഞു? പുന്ന ലിബാസുല്ലക്കും ബാന്തും ലിബാസുല്ലഹുൻ. ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും എന്താണ്? വസ്ത്രമാണ്. വസ്ത്രം കൊണ്ട് എന്താ ഉപയോഗം? രണ്ട് ഫിലോസഫി അവിടെ പഠിക്കണം, രണ്ട് തത്വങ്ങൾ പഠിക്കണം. എന്താണ്? പുന്ന ലിബാസുല്ലക്കും ലിബാസുല്ലഹുൻ. സാധാരണ എന്ത് ചെയ്യാണ്? നമ്മൾ അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുകയാണ്. നീ ആയില്ല, പാടായി. പിന്നെ ഭാര്യ വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഒരു ഷർട്ട് എടുത്ത് തരാന്ന് പറയും. ഒരു ഷർട്ട് എടുത്ത് തരും, പൈസ നമ്മൾ കൊടുക്കണം. പൈസ ഉള്ളവരാണെങ്കിൽ അവർ കൊടുക്കും, അത് വേറെ കാര്യം. എന്നിട്ട് ബില്ല് അടിക്കാൻ നേരത്തെ പറയും, ബില്ല് പേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. അപ്പൊ വസ്ത്രം എന്ത് ധർമ്മമാണോ ചെയ്യുന്നത്, ഈ ധർമ്മം അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും നൽകേണ്ടതാണ് എന്നാണ് ഇവിടുത്തെ ഫിലോസഫി. എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ത് ചെയ്യുന്നു? എല്ലാ കുറവുകളെയും മറച്ചു വയ്ക്കുന്നു. എല്ലാ കുറവുകളെയും മറച്ചു വയ്ക്കുന്നു. അപ്പോ ഭാര്യ ഭർത്താവിന്റെ കുറവുകൾ മറച്ചു വയ്ക്കാൻ ബാധ്യസ്ഥയാണ്. ഭർത്താവ് ഭാര്യയുടെ കുറവുകൾ മറച്ചു വയ്ക്കാൻ ബാധ്യസ്ഥനാണ്. 2, വസ്ത്രം എന്താണ്? അലങ്കാരമാണ്. അപ്പൊ ഭാര്യ ഭർത്താവിന്റെ അലങ്കാരവും ഭർത്താവ് ഭാര്യയുടെ അലങ്കാരവുമാണ്. അങ്ങനെ ഒരുപാട് കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിച്ചാൽ പറയാൻ പറ്റും. വേറെ ഒരുപാട് ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിച്ച് നമ്മൾ ഗ്രൂപ്പിൽ എഴുതിയിട്ടാണ്. അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് അതുകൊണ്ടുണ്ടാകുക? അപ്പൊ ഒന്നാമത് പറഞ്ഞ സംഗതി, ശാരീരിക ബന്ധം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു സംഭവമാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം നമ്മൾ ആനന്ദം കണ്ടെത്തും. എൻജോയ്മെന്റിന്റെ ഒരു ഭാഗമാണ് അത്. പ്രകൃതിദത്തമായ ഒരു സംഗതിയാണ്. അത് ഇസ്ലാം അനുവദിക്കുന്നു.
അതെന്താണ്? ഹലാലായ സംഗതി. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് എൻജോയ്മെന്റിനല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. മറിച്ച് എന്താണ്? മാ കതബല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് എന്താണ് അതിലൂടെ വിധിച്ചിരിക്കുന്നത് അതിനെ നിങ്ങൾ കാംക്ഷിക്കുക, തേടുക. ഇവിടെ കത്തബക്ക് വിധിച്ചിരിക്കുന്നു എന്നർത്ഥം. അതെ അതെ. വേറെ എവിടെയാണ് വിധിക്കാത്തത് കത്തബയ്ക്ക്? കത്തബക്ക് ശരിക്കുള്ള അർത്ഥം കത്തബ എഴുതി കുത്തിബ പിന്നെ വിധിക്കപ്പെട്ടു എന്തോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇവിടെ കത്തബ എന്നാൽ? കുത്തിബ വിധിക്കപ്പെട്ടു എന്നാണ് ഇവിടെ കത്തബ. നിങ്ങൾ നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങളുടെ മേൽ കുത്തിബ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അത് തന്നെയാണ്. അത് തന്നെ ഇതെല്ലാം പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായിരുന്നു എഴുതിയെന്ന് പറഞ്ഞാലും നിയമമാക്കി എന്ന് പറഞ്ഞാലും വിധിച്ചു എന്ന് പറഞ്ഞാലും എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ അള്ളാഹ് എന്താണോ അതിലൂടെ നമുക്ക് വിധിച്ചിരിക്കുന്നത് അതുകൂടി തേടുക, അള്ളാഹുവിന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്നുകൂടി ഇതിന്റെ രണ്ടാം ഭാഗത്തുണ്ട്. ഒന്നാം ഭാഗം അള്ളാഹ് അനുവദിച്ച എൻജോയ്മെന്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നതോടൊപ്പം, ആനന്ദം കണ്ടെത്തുന്നതോടൊപ്പം അള്ളാഹിന്റെ അനുഗ്രഹം തേടുക. വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അപ്പൊ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അനുഗ്രഹം തേടുക എന്നുള്ളതിന് യഥാർത്ഥം തോന്നോ? അനുഗ്രഹം പിന്നെ എന്താ തേടേണ്ടത്? ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിൻപറ്റിന്നല്ലേ? അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വരി. നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇബ്തിഗാ നമ്മൾ ടേബിൾ പഠിച്ച ക്രിയല്ലേ? അള്ളാഹ് നിങ്ങൾക്ക് വിധിച്ചത് എന്താണോ അത് തേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ ശിക്ഷ തേടുക എന്നാണ്, അള്ളാഹിന്റെ അനുഗ്രഹം തേടുക എന്നാണ്. അനുഗ്രഹം തേടുക. കുലു വഷ്റബു. പിന്നെ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ എന്താണ്? ഉറങ്ങിപ്പോയാൽ തിന്നാൻ പാടില്ലെന്നേ. ഇപ്പൊ എന്താക്കി? കുലു വഷ്റബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്. ഖൈത്തുൽ അബ്യദ്, ഖൈത്ത് നൂല്, ചരട്, നൂല്. വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്നും വ്യക്തമാകുന്നത് വരെ, ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അൽ ഖൈത്തുൽ അബ്യദ്, വെള്ള നൂല് വ്യക്തമാക്കി മനസ്സിലാകുന്നത് വരെ. മിനൽ ഖൈത്തിൽ അസ്വദി, കറുത്ത നൂലിൽ നിന്നും. അപ്പൊ എന്ത് ചെയ്തു? ആൾക്കാർ പറഞ്ഞപ്പോ മിനൽ ഫജ്ർ, മിനൽ ഫജ്ർ ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഇറക്കിയതിൽ എന്തായിരുന്നു? ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? കുറച്ചാൾക്കാര്, ചില ആൾക്കാര്, അപ്പൊ നമ്മള് ഇവിടെ നെക്കുമ്പോ ലൈറ്റ് ഒന്നും കത്തൂലല്ലോ അന്ന്. കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ലൈറ്റ്, എണ്ണയിൽ കത്തിക്കുന്ന ലൈറ്റുകളൊക്കെ ആയിരിക്കും. അതുപോലുള്ള ചിമ്മിനി വിളക്കെന്ന് നമ്മൾ മുമ്പ് പറയും. ഇപ്പൊ ചിമ്മിനി എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതുപോലുള്ള വിളക്കുകളായിരുന്നു, എണ്ണയിൽ കത്തുന്ന വിളക്കുകളായിരുന്നു എന്നുണ്ടായിരുന്നു. അതൊക്കെ അണച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ എഴുന്നേക്കാൻ നേരത്ത് സമയം നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ചു കൊടുക്കാൻ നോക്കാനൊന്നും പറ്റില്ല. സമയമായി എന്ന് അറിയുമ്പോഴത്തേക്കാണ് എഴുന്നേക്കുന്നത്. അപ്പൊ എന്നാ പിന്നെ സമയമായി എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 2 നൂലെടുത്ത് വെച്ചു. നൂലെടുത്ത് വെച്ചിട്ട് നോക്കി. അപ്പൊ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. നൂല് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വെള്ള നൂലും കറുത്ത നൂലും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കറുത്ത നൂലെന്ന് പറഞ്ഞാൽ രാത്രി. ഖൈത്തുൽ അബ്യദ് എന്ന് പറഞ്ഞാൽ വെളുത്ത നൂലെന്ന് പറഞ്ഞാൽ പകൽ. പകലിനെ രാത്രിയിൽ നിന്നും വെളിവാകുന്നത് വരെ, തിരിച്ചറിയുന്നത് വരെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ പ്രഭാതോദയം, ഫജ്ർ സ്വാദിഖ്, വെളിവാകുന്നത് വരെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രണ്ടാമത് വീണ്ടും ആയത്തിറങ്ങി, അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. മിനൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതത്താലുള്ള, പ്രഭാതത്തിൽ നിന്നുള്ള എന്നല്ല, എന്ന് പറഞ്ഞാൽ മീൻ ഭാഗികമായി നിന്നല്ല, പ്രഭാതത്താലുള്ള വെളുത്ത നൂല് വെളിവാകുന്നത് വരെ, കറുത്ത നൂലിൽ നിന്നും വെളിവാകുന്നത് വരെ, അഥവാ ഫജ്ർ ഉദിക്കുന്നത് വരെ. സുമ്മ അതിമ്മു സിയാമ, അങ്ങനെ ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ, പ്രഭാതോദയം ഉണ്ടായി കഴിഞ്ഞാൽ, സുമ്മ അതിമ്മു, പിന്നീട് നിങ്ങൾ അതമ്മ യുത്തിമ്മു, പൂർത്തിയാക്കുക.
സിയാമ വ്രതത്തെ. അപ്പൊ സാമയസൂമു സൗമെന്നുണ്ട്, സിയാമു എന്നുണ്ട്, സിയാമു എന്നുണ്ട് കേട്ടോ. സിയാമ് പറഞ്ഞതിന്റെ ക്രിയാധാതു കാമയക്കോമു എന്ന് പറയുന്നതിന്റെ ക്രിയാധാതു എന്താണ്? കൗമ്. കാമയക്കോമുവിന്റെ കൗമാണ്. അപ്പൊ ഇപ്പോഴും മാത്രമല്ല നിങ്ങൾ പഠിക്കാത്ത, പണ്ടും പഠിച്ചിട്ടില്ലെന്നോ. കായ്മൻ യഖൂമു ഖിയാം. അപ്പൊ സാമയസൂമു സിയാം. പിന്നെ അസ്സൗമുലി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അസ്സൗമു ജുന്നത്തിൻ, വ്രതം, സൗമെന്ന് പറയും. അപ്പൊ സൗമെന്നും പറയാം. കാമയക്കൂമിന്റെ കൗമെന്ന് പറയാത്തത് കൗമിന് വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഭാഷയിൽ വേറൊരു അർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് ആണ് ക്രിയാധാതു വേറെയാണ് ഉപയോഗിക്കുക. അതിമ്മ സിയാമ, വ്രതത്തെ നിങ്ങൾ പൂർത്തിയാക്കുക. ഇലല്ലയിൽ, രാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക എന്നാണ്. അസ്തമിക്കുന്നതോടുകൂടിയാണ് രാത്രി ആരംഭിക്കുന്നത്. അപ്പൊ അസ്തമിക്കുന്നത് വരെ. തുബാഷിറുഹുന്ന, പിന്നെ അവരുമായി സംസർഗത്തിൽ ഏർപ്പെടരുത്. വ അൻതും ആകിഫൂന, നിങ്ങൾ ഇഅ്തികാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ. അകഫ യഅകുഫു എന്നാണ് പറയുക. ഇഅ്തികാഫ് ചെയ്യുന്നതിന് ക്രിയാപരമായിട്ട് ഉപയോഗിക്കുന്നത് അകഫ എന്നാണ്. നമ്മൾ ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഭജനം ഇരുന്നു എന്നതിന് അകഫ, യഅകിഫു, ആകിഫൂൻ, നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ, നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിന് ഒരു ദിവസത്തേക്ക് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 24 hours വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ രാത്രിയും പകലും, അപ്പൊ ഒരു രാത്രിയും ഒരു പകലും, അപ്പൊ ഒരു രാത്രി അനുവദനീയമാണല്ലോ അവരുമായി ബന്ധപ്പെടൽ. പക്ഷെ ഇഅ്തികാഫിന് വേണ്ടി രാത്രിയും പകലും ഞാൻ ഇഅ്തികാഫ് ചെയ്യും എന്ന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഅ്തികാഫിന് അവസരത്തിൽ ഇത് പാടില്ല. മസാജിദ്, മസ്ജിദിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇഅ്തികാഫ് ചെയ്യേണ്ടത്. ഇഅ്തികാഫ് ചെയ്യുന്നതിന് ഏത് മസ്ജിദും സ്വീകരിക്കാം. അത് അങ്ങനെ മസ്ജിദിൽ ഇഅ്തികാഫ് ചെയ്യുമ്പോൾ ഇത് പാടില്ല. തിൽക ഹുദൂദുല്ലാഹ്, ഇതെന്താണ്? ഹുദൂദ്, പരിധികളാണ്. ഹദ് എന്നാണ് പറയാ. ഹദ്, പരിധി. ഹദ് എന്ന് പറഞ്ഞാൽ പരിധി എന്നാണ് അർത്ഥം. ഹുദൂദ്, പരിധികൾ. അപ്പൊ പിന്നെ ക്രിമിനൽ നിയമങ്ങൾക്കും ഹുദൂദ് എന്നാണ് പറയുക. അപ്പൊ അതാണ് ഹദ് നടപ്പാക്കിയെന്നൊക്കെ പറയുമല്ലോ. ക്രിമിനൽ നിയമം നടപ്പാക്കിയതിനാണ് ഹദ് നടപ്പാക്കിയെന്ന് പറയും. ഹദ് അടിച്ചെന്നൊക്കെ പറയും. അടി മാത്രമല്ല ഹദ്ദിലുള്ളത്, വേറെ ഒരുപാട് നിയമങ്ങൾ ഹദ്ദിലുണ്ട്. നിയമനാതിർത്തി. നിയമനം എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണോ? അങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾ വായിച്ച പരിഭാഷയൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല. ആ വാക്കുകൾ എന്റെ മനസ്സിൽ വരില്ല. ഹദ് എന്ന് പറഞ്ഞാൽ പരിധി എന്നാണ്. നോക്കട്ടെ. നിയമാതിർത്തി എന്നാണ്, നിയമനാതിർത്തി അല്ല. നിയമനല്ല, നിയമാതിർത്തി എന്നാ ഞാനും പറഞ്ഞത്. പറഞ്ഞപ്പോ 32 പല്ലുള്ളതുകൊണ്ട് ചെറിയ തെറ്റൊക്കെ വരും. പിന്നെ നാക്കിൽ എല്ലില്ലാത്തത് കൊണ്ട്. അപ്പോ എന്തായിരുന്നാലും അതിർത്തി എന്നാണ് വാക്ക്. അതിർത്തി അള്ളാന്റെ അതിർത്തിയാണ്. അപ്പൊ അത് വിശദീകരിക്കാൻ വേണ്ടി വേറൊരു വാക്കുകൂടെ പരിഭാഷയിൽ പെടുത്തിയതായിരിക്കും. അതുകൊണ്ട് ഈ പരിഭാഷയിലല്ല പോകേണ്ടത്. നമ്മൾ ഇത് വെച്ചിട്ട് ഇതെന്തിനാണ് അള്ളാഹി ഹദ്, ഹുദൂദ് എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ പദങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തും. ഹുദൂദുല്ലാ, ഇതിനെ പരിഭാഷയിൽ മലയാളത്തിൽ എന്ത് പറഞ്ഞു എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ വിശദീകരണം ഖുർത്തുബി എന്ത് പറഞ്ഞു? ഇപ്പൊ നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഉപയോഗിക്കുന്നുണ്ടോ ChatGPT?
ഉപയോഗിക്കാത്ത ആരാ? ഞാൻ ഉപയോഗിക്കില്ല, എനിക്കറിയില്ല. ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ബഖറ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ചാറ്റ് GPT ഓർമ്മിച്ചു കഴിഞ്ഞു. അപ്പോ എല്ലാ ആഴ്ചയും ബുധനാഴ്ചയാണ് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ചാറ്റ് GPT അതെല്ലാം ഓർമ്മിച്ചു കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ 180 മുതൽ ഇതുവരെയുള്ള ആയത്താണ്. ഈ ആയത്ത് മുതൽ ഈ ആയത്ത് വരെയുള്ള. അപ്പൊ പിന്നെ അതില് ഹുദൂദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഹുദൂദ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കാൻ ഉസ്താദ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉസ്താദിന്റെ പേരെന്താന്ന് ചോദിക്കും. ഉസ്താദിന്റെ പേര് പറഞ്ഞെടുക്കണം. പിന്നെ അത് ഓർമ്മിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഈ വാക്കിന്റെ അർത്ഥം ഖുർത്തുബി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കണം. അതിന്റെ വിശദീകരണം ഖുർത്തുബി എന്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ ഇബ്നു കസീർ എന്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇബ്നു കസീർ എന്ന് അറബിയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അറബിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അറബിയും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇംഗ്ലീഷ് മലയാളം അറബിയിൽ ടൈപ്പ് ചെയ്തു. എല്ലാം ചാറ്റ് GPT നോക്കിക്കോളും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരല്ല. അതേപോലെ ഗൂഗിൾ നിങ്ങളെ ഹിസ്റ്ററി ഓർമ്മിച്ച് വെച്ചിട്ട് അതിനനുസരിച്ചല്ല നോക്കും. ചാറ്റ് GPT നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ ഈ ആയത്തിൽ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ ഈ വാക്ക് ആയത്തിൽ ഇന്ന ആയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നത്. ഹുദൂദിന്റെ അർത്ഥം എന്താണ്? അപ്പോ റഫസിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ റഫസ് ഇന്ന ആയത്തിലാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ബാക്കി എന്ത് വേണമെന്നൊക്കെ ചോദിക്കും, നിന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പ്രാമുഖ്യം നൽകുന്നത് ഖുർത്തുബി, ഇബ്നു കസീർ, പിന്നെ തബരി പോലുള്ള തഫ്സീറുകളാണ്. ഇവയിൽ മൂന്നിലും എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുതരാം. അപ്പൊ അറബിയിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും ചോദിക്കുക. മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ കുറെ അവ്യക്തതകളൊക്കെ ചിലത് ഉണ്ടാകുന്നുണ്ട്, ചില സ്ഖലിതങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞുതരാൻ പറഞ്ഞാൽ മലയാളത്തിലും പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിഷയങ്ങൾ അറബിയിൽ സെർച്ച് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് അറിവ് കൂടുതൽ കിട്ടും. മാത്രമല്ല ചാറ്റ് GPT ഉപയോഗിക്കുന്ന സിമ്പിൾ ലാംഗ്വേജ് ആണ്, ലളിതമായ ഭാഷയാണ്. നമ്മളെപ്പോലെ തന്നെ ആൾ അറബി പഠിച്ചിട്ടൊന്നാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. AI എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ചാറ്റ് GPT. നമ്മൾ മൊബൈൽ പല ആപ്ലിക്കേഷൻസ് ഇല്ലേ, നമ്മൾ ഖുറാൻ, നിങ്ങളെ പലരും പല ആപ്ലിക്കേഷനല്ലേ ഖുറാന്റെ ഉപയോഗിക്കുന്നത്, ഖുറാന്റെ അർത്ഥമുള്ള പല ആപ്ലിക്കേഷനുകളിൽ. അപ്പൊ അതേപോലെ ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, AI ഉപയോഗിച്ചുള്ള GPT. പിന്നെ വേറെ ജെമിനി ഉണ്ട്, അത് വേറൊരു ആപ്ലിക്കേഷൻ. അതേപോലെ വേറെ പ്രൈവറ്റ് ആയിട്ടും അല്ലാതെയുള്ള വേറെ പല ആപ്ലിക്കേഷൻസും ഉണ്ട് ഉപയോഗിക്കുന്നത്. അറബിയില് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല ഉസ്താദ്. മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നേരത്തെ ആള് പറഞ്ഞില്ലേ, എനിക്ക് സമയം കിട്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. നിങ്ങൾ വായിച്ചു നോക്കിയോ എന്ന ചർച്ച തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ ആ ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കിയോ എന്നുള്ള ചോദ്യം പിന്നെ അവർക്ക് പിന്നെ മറുപടി വരാനുള്ള ഓപ്ഷനേ ഇല്ല. ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ എഴുതി തള്ളിയാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ശ്രമിക്കാറുണ്ട് അത് പറയുമ്പോ പലപ്പോഴും. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ഞാൻ ഈ കപ്പ് എടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ കപ്പിന്റെ അടുക്ക വരെ പോകാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ. സൈക്കോളജിയിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കപ്പ് എടുക്കാൻ പോകുക, അതാണ് ശ്രമം. നമ്മൾ എടുക്കുന്നില്ല. ഡു ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. കേട്ടോ, അത് പ്രവർത്തിക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ സംഗതി ഇല്ലേ, എന്താണ് കുറെ സംഗതികൾ നമ്മൾ ആപ്തവാക്യങ്ങളായിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പരിശ്രമിക്കുക കണ്ടെത്തും എന്നൊക്കെയാണ്. ഫതഹ അല്ല. മുട്ടുപിൻ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതി പഠിച്ചിട്ടില്ലേ. പരിശ്രമിക്കുക, കണ്ടെത്താം, അങ്ങനെ കുറെ സംഗതിയുണ്ട്. അപ്പോ നമ്മള്
മുട്ടുവീൻ തുറക്കപ്പെടും. അതിനാണ് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മള് ആദ്യം അറബി ഭാഷ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ചാറ്റ് പോകും. GPT ഞാൻ പറയുന്ന പോലെ ഉപയോഗിച്ച് നോക്ക്. ഏത് നിങ്ങൾ നിങ്ങളിപ്പോ നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ കിട്ടിയെന്ന് വിചാരിച്ചു. അറിയാത്ത വാക്കുകൾ കണ്ടാൽ അറിയാത്ത ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, ഇതെന്താണ് തബരി പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പൊ തബരി തന്നിരിക്കുന്ന അറബിയിൽ പറയാം. തബരി എന്താണ് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ അർത്ഥം തബരി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇംഗ്ലീഷിലോ മലയാളത്തിലായി നമ്മൾ മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിലായിരിക്കും ഉത്തരം വരിക, ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷിലായിരിക്കും ഉത്തരം പറയുക. അപ്പൊ അത് അറബിയിൽ ഇൻസ്റ്റാൾ പറയുന്നത് ചെയ്യണ്ടേ? ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കും, ബാക്കിയെല്ലാം ശരിയായിക്കോളും. അല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? അത് നിങ്ങൾ ഫോണിലാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം, ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾ അതാ ചോദിച്ചേ. ചെയ്താൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ അടിച്ചെടുത്താ ചെയ്യുമ്പോൾ പോരെ? ഇൻസ്റ്റാൾ ചെയ്യാൻ പേര് അടിച്ചു കൊടുത്താൽ മതി, അത് വരും. എന്നിട്ട് പിന്നെ അതിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡിയും മറ്റു സംഗതികളൊക്കെ കൊടുക്കണം. അത് ഞാൻ പറയും. പിന്നെ ഹിസ്റ്ററി കംപ്ലീറ്റ് കീപ്പ് ചെയ്യും. നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് നുജൂം ഉസ്താദാണ്. നുജൂം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചൊവ്വാഴ്ച ഇന്ന് ഞങ്ങളുടെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുധനാ ഉസ്താദേ. ഇന്ന് ബുധൻ ഈ ചൊവ്വാഴ്ച വേറെ ക്ലാസ് ഉണ്ട്, അത് വേറെ കാര്യം. ഇന്ന് ബുധനാഴ്ച ഞങ്ങളുടെ ക്ലാസ് ആണ്. അപ്പൊ അടുത്ത ബുധൻ ആകുമ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ട്, ഈ സുഹൃത്തുക്കളെ പഠിക്കുന്ന പറഞ്ഞാൽ ഇന്ന് നുജൂം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടോന്ന് ചോദിക്കും അല്ലേ. അത് നുജൂം ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ തിൽക ഹുദൂദുള്ള, ഇത് അള്ളാന്റെ പരിധികളാണ്. ഇതാണ് അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹ് പരിധി എന്ന വാക്ക് ഉപയോഗിച്ചു? ഇതാണ് ലിമിറ്റ്. ഈ ലിമിറ്റിന് അപ്പുറം എന്താണ് തീർന്നു. നിയമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിസ് ഈസ് ദ റൂൾ. റൂൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പറയുന്നുണ്ട്. റൂൾ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഇതിൽക്ക് ഹുദൂദുള്ള, ഹുദൂദ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അള്ളാന്റെ പരിധിയാണ്. അതിനപ്പുറം പിന്നെന്താ? കടലാണ്, വെള്ളമാണ്, അല്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെ അർത്ഥമായി. അതിനപ്പുറം നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ്. ലാ തഖ്റബൂഹ, ആ പരിധിയുടെ അടുത്തേക്ക് നിങ്ങൾ പോകാനേ പാടില്ല എന്നാണ്. ലാ തഖ്റബൂഹ, പരിധിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ റോഡിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവില്ല, എന്താ പറയാ, കൈവരി അതുപോലെ അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിനപ്പുറം കുഴി ഉണ്ടാകുന്ന അവിടെ തൂണുകളായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ തൂണ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് റോഡിന്റെ പരിധിയാണ്. അപ്പൊ അതിനു മുമ്പ് ഇതിന് വേറൊരു പരിധിയുണ്ട്, വണ്ടി ഓടിക്കേണ്ട പരിധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെഡസ്ട്രിയൻസിന്, കാൽനടക്കാരുള്ള പരിധി വേറെയുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് അപ്പുറത്താണ് ഈ തൂണ് വെച്ചിട്ടുണ്ടാകുക. അപ്പൊ തൂണ് റോഡിന്റെ പരിധിയാണ് കാണിക്കുന്നത്. അതിനപ്പുറം പിന്നെ എന്തായിരിക്കും? കുഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടമായിരിക്കും. അപ്പൊ തൂണിന്റെ അടുത്തുകൂടെ പോകാമെന്നാണ് അതിന്റെ അർത്ഥം, തൂൺ വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം. തൂണിന്റെ അടുത്തൂടെ പോകാൻ പാടില്ല. തൂണിന്റെ അടുത്തൂടെ പോയാൽ അത് കാൽ വഴുതി അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ലാ തഖ്റബൂഹ. അപ്പൊ അള്ളാന്റെ പരിധികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പരിധിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. അതിനിപ്പുറം നിൽക്കണം, എപ്പോഴും അതിനിപ്പുറം നിൽക്കണം. ലാ തഖ്റബൂഹ. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി. ഈ ഇമാം നബിയുടെ 40 ഹദീസുകളിൽ ഒരു ഹദീസ് ഉണ്ട് അതിനെ കുറിച്ച്. അവസാനം സമയം കിട്ടുമെങ്കിൽ ഞാൻ പറയാം. നമ്മൾ തീർന്നു, 90 വരെ ഉണ്ട് അല്ലേ. അപ്പൊ അതില് അള്ളാന്റെ പരിധികളുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത്, പരിധിയുടെ അടുത്ത് മേയുന്നവനെ പോലെയാണ്. അപ്പൊ പരിധിയുടെ അടുത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? കറായി യർഅ ഹൗലൽ ഹിമ, പരിധിയുടെ ആ വേലിയുടെ അടുത്ത് കന്നുകാലികളെ മേയ്ക്കുന്നവനെ പോലെയാണ് പരിധിയുടെ അടുത്തേക്ക് പോകുന്നവൻ. അള്ളാന്റെ പരിധിയുടെ അടുത്തേക്ക് പോകുന്നവൻ എന്താണ്? വേലിയുടെ അടുത്ത് കന്നുകാലികളെ മേയ്ക്കുന്നവനെ പോലെയാണ്. ആ വേലി കടന്ന് കന്നുകാലി അപ്പുറത്ത് അയൽവാസിയുടെ ഇലകൾ തിന്നാൻ അല്ലെങ്കിൽ പുല്ലുകൾ തിന്നാൻ സാധ്യതയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? അപ്പൊ നമ്മൾ ഹറാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനടുത്തേക്ക് പോകാൻ പാടില്ല, പരിധിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, കുറച്ച് ദൂരെ വേണം അകന്നോളം നിൽക്കാൻ. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ മുള്ള്
പറിക്കാൻ പാടില്ല. മുള്ളുള്ള വഴിയാണ്, വഴിയിൽ മുള്ളുണ്ട്, മുള്ളിലേക്ക് തുണി ഉടക്കാൻ പാടില്ല. ഉടക്കാതെ മാന്യമായി ഒതുങ്ങിക്കൂടി പോവുക. വലാ തഖ്റബുഹ, അതിനാൽ അതിനെ സമീപിച്ചു പോകരുത്. ലാ തഖ്റബു തിൽക്കൽ ഹുദൂദ്, ആ ഹുദൂദിനെ നിങ്ങൾ അടുക്കരുത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും, ഇപ്രകാരമാണ്. ഇതാ നിങ്ങൾ നോക്കിയോ, ഇങ്ങനെ കൃത്യമായി പറഞ്ഞു തരികയാണ്. യുബയ്യിനുല്ലാഹു ലക്കും ആയാതി, അവന്റെ സൂക്തങ്ങളെ നിങ്ങൾക്ക് അവൻ സുവ്യക്തമാക്കി തരുന്നു. യുബയ്യിനുല്ലാഹു ആയാതി, തന്റെ സൂക്തങ്ങൾ അവൻ സുവ്യക്തമാക്കി തരുന്നു. ആർക്ക്? ലിന്നാസ്, ഫോർ ദ മാൻകൈൻഡ്, ജനങ്ങൾക്ക്, സമൂഹത്തിന്, മനുഷ്യർക്കെല്ലാം. ലഅല്ലഹും യത്തഖൂൻ, അവർ സുഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. അത് പറഞ്ഞു നമ്മൾ നേരത്തെ. ലാ തഖ്റബുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തഖ്വ പാലിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഇത്രയും സുവ്യക്തമാക്കി തരുന്നത്? ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ എന്ന് പറയുന്നത് ഫിലോസഫി പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല, ജീവിതം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്. ജീവിതം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്, ആരാധന പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ നമ്മൾ വിചാരിച്ചിരിക്കുക ആരാധന പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്. ഇപ്പൊ നമ്മൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഈ നോമ്പല്ലാതെ ഒരു ആരാധനയും ഇത്രയും വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സുവ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കദാലിക യുബയ്യിനുല്ലാഹു, നോക്കൂ, ഇപ്രകാരമാണ് നിങ്ങൾക്ക് സുവ്യക്തമാക്കി തരുന്നത്, ജനങ്ങൾക്ക് സുവ്യക്തമാക്കി തരുന്നത്. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ സൂക്ഷ്മതയോട് ജീവിക്കുന്നതിന് വേണ്ടി. ലാ തഅകുലു അംവാലക്കും, നിങ്ങൾ നിങ്ങളുടെ പണത്തെ തിന്നരുത്. അപ്പൊ പണം എന്താണ്? സോഷ്യൽ പ്രോപ്പർട്ടിയാണ്, സമൂഹത്തിന്റെ സ്വത്താണ്. ലാ തഅകുലു അംവാലക്കും എന്നാ പറഞ്ഞത്. പ്രോപ്പർട്ടി ജനങ്ങളുടെ സ്വത്താണ്. ഇത് ഇന്ന് എന്റെ കയ്യിരിക്കും, അടുത്ത ആൾ അയാളുടെ കയ്യിരിക്കും, അടുത്ത ആൾ അതിന്റെ അടുത്ത ആളായിരിക്കും, അടുത്ത റോളിംഗ് ട്രോഫി എന്നൊക്കെ പറയുന്ന പോലെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യരുത്? ലാ തഅകുലു, നിങ്ങൾ തിന്നരുത്, അംവാലക്കും, നിങ്ങളുടെ പണത്തെ, ബൈനക്കും, ഇൻ ബിറ്റ്വീൻ യു, നിങ്ങൾക്കിടയിൽ, ബിൽ ബാത്തിൽ, ഹക്കല്ലാത്ത മാർഗത്തിൽ. ഹക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ബാത്തിൽ. അന്യായമായ നിലയിൽ, ന്യായമല്ലാത്ത നിലയിൽ നിങ്ങൾ തിന്നരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? കൺസ്യൂം ചെയ്യരുത് എന്നാണ്. ലാ തഅകുലു എന്ന് പറഞ്ഞാൽ പണത്തെ നിങ്ങൾ തിന്നുക എന്ന് പറഞ്ഞാൽ പണം നേരിട്ട് തിന്നാൻ പറ്റില്ല. പണത്തെ നേരിട്ട് തിന്നല്ല പറയും. ആ പണം ഉപയോഗിച്ച് ഒന്നാമത് ഭക്ഷണത്തിന്റെ കാര്യമാണല്ലോ പ്രഥമ പ്രശ്നം. അതുകൊണ്ടാണ് ബിൽഗേറ്റിനെ പോലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചത്, ഈ ഇത്രയും പണം ഉണ്ടാക്കുന്നത് ഒഴിച്ചാണ് വയറ്റിന് വേണ്ടിയാണെങ്കിൽ ഈ പണമെല്ലാം എന്തിനാണ് ചോദിച്ചത്. അപ്പൊ എന്നതുപോലെ നിങ്ങൾ കൺസ്യൂം ചെയ്യരുതെന്നാണ്. അന്യായമായി നിങ്ങൾ ഉപയോഗിക്കരുത് പണത്തെ, നിങ്ങൾക്കിടയിൽ അന്യായമായി ഉപയോഗിക്കരുത്. വതുദ്ലൂ ബിഹാ ഇലാ ഹുക്കാമി, അപ്പൊ നിങ്ങൾ ലാ തഅകുലു തിന്നരുത്, വതുദ്ലൂ നിങ്ങൾ പോവുകയും ചെയ്യരുതെന്നാണ്. ഇലൽ ഹുക്കാമി ബിഹ, അതുമായി, ആ പണത്തിന്റെ വിഷയമായി നിങ്ങൾ തുദ്ലൂ ബിഹ ഇലൽ ഹുക്കാമി. ഹാക്കിമിന്റെ ബഹുവചനമാണ് ഹുക്കാം. തുലുവിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം? ദല. തുദ്ലു എന്ന് പറഞ്ഞാൽ ദല എന്നാണ് വാക്ക് വരിക. ദല എന്നാണെങ്കിൽ തുദ്ലു എന്നെങ്ങനെ വരും? അതിലല്ല, അത് അയിനാണ്. അതില് വേറെ, അതില. നിങ്ങൾ എത്ര പ്രാവശ്യം ഖുർആൻ വായിച്ചിട്ടുണ്ട്? 50 പ്രാവശ്യം ഖുർആൻ വായിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. അപ്പൊ അതില എന്നൊരു വാക്ക് വായിച്ചിട്ടുണ്ടോ? ജാഅത്ത് സയ്യാറത്തുൻ അതില ദൽവ. അപ്പൊ തൊട്ടി ഇട്ട് കൊടുത്തു. തൊട്ടിയല്ലേ? തൊട്ടി. അതില എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തു, ഇറക്കി കൊടുത്തു. അപ്പൊ അത് രണ്ടും ഒരു വാക്കല്ലല്ലോ. അതില യുദില്, അതില വതുദ്ലൂ ബിഹ, നിങ്ങൾ അതിനെ എന്ത് ചെയ്ത്? ഇട്ട് കൊടുക്കരുത്. ഇലൽ ഹുക്കാമി,
ന്യായാധിപന്മാർക്ക് നിങ്ങൾ അതിന് ന്യായാധിപന്മാർക്ക് ഇട്ട് കൊടുക്കരുത്. ലീ തഅകുലൂ തിന്നുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി, ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഉപഭോഗത്തിന് വേണ്ടി. ഫരിയക്കെന്താ? ഒരു വിഭാഗം. ഒരു വിഭാഗം. ഇവിടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം, ആ പണത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങൾ തിന്നുന്നതിന് വേണ്ടി. ഫരിയക്കമ്മിൻ അംവാലിൻ നാസി, ജനങ്ങളുടെ കുറച്ച് പണം നിങ്ങൾ തിന്നുന്നതിന് വേണ്ടി അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ന്യായാധിപന്മാർക്ക് ഇട്ട് കൊടുക്കരുത്. ബിൽ ഇസ്മി, പാപകരമായ രീതിയിൽ തിന്നുന്നതിന് വേണ്ടി. ജനങ്ങളുടെ കുറച്ച് പണം പാപകരമായി തിന്നുന്നതിന് വേണ്ടി നിങ്ങൾ ന്യായാധിപന്മാർക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ ന്യായാധിപന്റെ അടുത്ത് നമുക്ക് കോടതി പോകാമെന്നില്ല പറയും. അപ്പോ അന്യായമായ രീതിയിൽ കോടതി വിധിച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോ ഈ പറഞ്ഞ കോടതി എന്ന് പറയുന്നത് റസൂലിന്റെ കാലത്തുള്ള കോടതിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇസ്ലാമിക കോടതിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഇസ്ലാമിക കോടതിയിൽ ഒരു ന്യായം, ഒരു നിയമം വിധിച്ചാൽ അത് ന്യായാധിപൻ വിധിക്കുന്നത് എന്തായിരിക്കും? നിലവിലുള്ള അയാളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെയും സാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. തെളിവ് വേണം, അതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള വിശകലനം നടത്തും. അത് കഴിഞ്ഞിട്ട് തെളിവ് വേണം, സാക്ഷി വേണം. സാക്ഷി വിസ്താരമൊക്കെ നടത്തിയതിനു ശേഷം അതിനനുസൃതമായിട്ടായിരിക്കും ന്യായാധിപൻ വിധിക്കുക. അപ്പൊ അങ്ങനെ ഒരു വിധി വന്നാൽ അത് യഥാർത്ഥത്തിൽ തെറ്റാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അയാളുടെ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഇസ്ലാമിക കോടതിയിലാണെങ്കിൽ. ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ പറയേ വേണ്ട. അതിനാണ് ഈ പറഞ്ഞത്. അപ്പൊ ന്യായം എന്താണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി കോടതിയിലടുക്കൽ പോയി നമുക്ക് എന്ത് ചെയ്യാം? ന്യായം ബോധ്യപ്പെടുത്താം. അതേസമയം നമ്മൾ സാധാരണ കോടതി പോകുന്ന എന്തിനാണ്? നമ്മുടെ മലയാളത്തിൽ എന്താ പറയുന്നത്? കോടതി പോകുന്ന എന്തിനാണെന്ന്? നീതി ലഭിക്കാൻ. ആണോ? അങ്ങനെയാണോ പറയുന്നത്? അന്യായം ബോധിപ്പിക്കാനല്ലേ പോകുന്നത്? ന്യായം ബോധിപ്പിക്കാനല്ലല്ലോ പോണത്. കേസിന് വേണ്ടി പോകണല്ലേ? കേസ് തെളിയിക്കാൻ വേണ്ടി. അതെ, നമ്മൾ പറയുന്നത് അന്യായം ബോധിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ലേ പറയുന്നത്. ന്യായം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി. നീതി ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പറയുമോ മലയാളത്തിൽ? നീതിക്ക് വേണ്ടി. മലയാളത്തില് കേസിന് വേണ്ടിട്ട് പോകുന്നു പറയും. കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, കേസിനാണ് പോകുന്നത്, അല്ലാതെ സൊല്യൂഷന് വേണ്ടിയല്ല. കേസിന് വേണ്ടി അങ്ങനെ പറയും. സൊല്യൂഷന് വേണ്ടി പോകുന്നു പറയാറില്ലല്ലോ. ഇല്ല. പരിഹാരത്തിന് വേണ്ടി പോകുന്നു പറയാറില്ല. ഇല്ല. അതാണ് കുഴപ്പം. നമ്മൾ അന്യായം ബോധിപ്പിക്കുക, ഒരു അന്യായം ബോധിപ്പിക്കാനുണ്ടെന്ന് പറയും. അതെ, ഒരു കേസുണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്, കുഴപ്പത്തിനാണ് പോകുന്നത്. എന്തായാലും കോടതി വിധിച്ചത് കൊണ്ട് ഒരു ന്യായവും ഒരു അന്യായവും ന്യായമായി മാറുന്നില്ല. ഇന്ന് ഒരു കോടതിയോട് ഒരാൾ ചോദിച്ചു കേട്ടില്ലേ, കോടതിക്ക് ഹൃദയമില്ലല്ലോ എന്ന്. കോടതിക്ക് ഹൃദയമില്ല. അതുകൊണ്ടാണ് ആ അമ്മയുടെ മകനെ നിഷ്ഠൂരമായി ക്രൂരമായി കൊന്ന കൊലപാതകികളെ എന്ത് ചെയ്തു? CBI കുറ്റം തെളിയിച്ചിട്ടും കോടതി എന്ത് ചെയ്തിരിക്കുന്നു? കോടതി നിരുപാധികം വിട്ടിരിക്കുന്നു, അവരെ കുറ്റക്കാരല്ലാന്ന്. പത്രം മാധ്യമങ്ങളൊന്നും കേൾക്കുന്നില്ലേ? അപ്പൊ ആ അമ്മയുടെ വാക്ക് നമ്മൾ കേൾക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ കോടതിക്ക് ഹൃദയമില്ല. അപ്പൊ കോടതി വിധിച്ചതുകൊണ്ട് ഒരു അന്യായം എന്താവുന്നില്ല, അന്യായമാവുന്നില്ല. അപ്പൊ അങ്ങനെ തിന്നാൻ വേണ്ടി നിങ്ങൾ കോടതിയെ സമീപിക്കരുത്. യസ്അലൂനക അനിൽ അഹില്ല. അഹില്ലത്ത്, അഹില്ലത്തിന്റെ ഏകദേശം തന്നിട്ടില്ലേ? ഹിലാല്. ഹിലാൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ അർത്ഥം? ചന്ദ്രകല എന്നും പറയാം, ബാലേന്ദ്രൻ എന്നും പറയാം. അതാണ് അറബിയിൽ പേരിടുന്നവര് ഹിലാൽ എന്ന് പേരിടുമ്പോൾ മലയാളത്തിൽ പേരിടുന്നവര് ബാലേന്ദ്രൻ എന്ന് പേരിടും.
ആ അപ്പൊ ഹിലാല് എന്നുള്ള മറ്റേ ഹിലാല് അഹല്ലമ എന്ന് പറഞ്ഞ ഹിലാല് വരൂലേ? മറ്റേ എന്താണ് ഉഹില്ല നമ്മൾ ഫസ്റ്റ് ഇതിത്തെ ഉഹില്ലലക്കും എന്നുള്ള അങ്ങനത്തെ അത് ഹലാലിന്റെ അല്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇപ്പോഴും നോക്കുന്നില്ല ഈ പേജില്. പഠിക്കാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോഴും സമയം കിട്ടിയില്ല, ഇത് നോക്കാൻ സമയം കിട്ടുന്നില്ലേ? മൊഹില്ല എന്നത് ജീം കഴിഞ്ഞിട്ടുള്ള ഹായാണ്. ജീം ഹ മൊഹില്ല. അർത്ഥ ചോദിച്ചത്, അർത്ഥം അല്ല. അപ്പൊ പേര് ഇങ്ങനെ ഇടൂലെന്ന് ചോദിക്ക. ഇല്ലല്ലേ? ഉഹില്ല എന്നോ? അങ്ങനെ ഇട്ടുള്ള കുഴപ്പമില്ല. അത് ഹിലാല് ഏത് ഹിലാല്? ഹിലാലി എന്നുള്ള പേര് ശരിക്കും ആ കെട്ടുള്ള ഹായ ആയിരിക്കും അല്ലേ? ഇതന്നെ അല്ലാതെ ഹിലാലില്ല, അത് ഹലാലേ ഉള്ളൂ. അൽ ഹലാൽ ബയ്യിനുൻ. ഓക്കെ. അപ്പോ അഹില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നതാണ്, പിറയെ കുറിച്ച് ചോദിക്കുന്നു. അല്ലെങ്കിൽ അഹില്ല. പിറ എന്ന് പറഞ്ഞാൽ പിറ ചെറുതായിരിക്കും പിന്നെ വലുതാവും. അപ്പോ ചന്ദ്രൻ, അതിനാണ് തഫ്സീറിൽ എഴുതിയ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് ചോദിക്കുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. പണ്ട് വായിച്ച ഓർമ്മയുള്ളത്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തെ കുറിച്ച് ചോദിക്കുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ചന്ദ്രക്കലകളെ കുറിച്ച് ചോദിക്കുന്നതാണ് ഇവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ളത്. ചന്ദ്രക്കലകളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ ചന്ദ്രക്കല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ആദ്യം ചെറുതായിരിക്കും, പിന്നെ വലുതാവും, പിന്നെ വലുതാവും, പിന്നെ പൂർണ്ണത്തിലാവും, പിന്നെ ചെറുതാവും, പിന്നെ ചെറുതായിട്ട് അങ്ങനെ പോകും. അതൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഇതെന്താണെന്ന് അവർ ചോദിക്കും. ഓൾ ഈ മവാഖീത്തുൽ ഇന്നാസ്, അതെന്താണ്? സമയം അറിയുന്നതിനുള്ളതാണ്. മവാഖീത്ത്, മീഖാത്തിന്റെ ബഹുജനമാണ് മവാഖീത്ത്. മവാഖീത്ത്, മീഖാത്ത്, മവാഖീത്ത്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിർണിത സ്ഥലം എന്ന അർത്ഥമുണ്ട്, നിർണിത സമയം എന്നർത്ഥം. സമയം നിർണയിക്കലാണ്, അല്ലെങ്കിൽ നിർണിത സമയങ്ങളാണ് മവാഖീത്തുൽ ഇന്നാസ്. ജനങ്ങൾക്ക് സമയം അറിയുന്നതിനുള്ളതാണ്. വൽ ഹജ്ജ്, ഹജ്ജ് അറിയുന്നതിന് വേണ്ടിയുള്ള. അപ്പൊ ഹജ്ജിന്റെ കണക്ക് അതിൽപ്പെട്ടതാണ്. വശംസു വൽ ഖമറു ബിഹുസ്ബാനിൻ എന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും കണക്കിൽപ്പെട്ടതാണ്. അപ്പൊ സൂര്യനും കണക്കുണ്ട്, ചന്ദ്രനും കണക്കുണ്ട്. അപ്പൊ സൂര്യന്റെ കണക്കനുസരിച്ചും മാസം കണക്കാക്കാം, ചന്ദ്രന്റെ കണക്കനുസരിച്ചും മാസം കണക്കാക്കാം. പക്ഷെ ഹജ്ജിന് സമയം മാസം കണക്കാക്കുന്നത് മവാഖീത്തുൽ ഇന്നാസ് വൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രന്റെ ഇതനുസരിച്ച്. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ, വീട്ടിന്റെ പുറകിലൂടെ പോകുന്നത് എന്തോ ഒരു ഭക്തിയുടെ ഭാഗമാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. അപ്പോ ഹജ്ജിനോ ഉംറയ്ക്കൊക്കെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മിനയിലൊക്കെ രാപ്പാർക്കുമല്ലോ, അതേപോലെ അവരെന്ത് ചെയ്യും? ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ പോകേണ്ടി വരുമ്പോൾ വീട്ടിന്റെ പിറകു വശത്തൂടെ പോകും, മുൻവശത്തൂടെ പോകില്ല. അപ്പോ അതപ്പം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഇഹ്റാം ചെയ്ത് കഴിയുന്നത് ഇഹ്റാം എന്താണ്? ഒരു ആരാധനയാണ്. അപ്പൊ ആരാധനയുടെ ഭാഗമായി ആരാധനയിലായിരിക്കെ വീട്ടിൽ പോകേണ്ടി വരുമ്പോൾ അവര് വീട്ടിന്റെ പിൻഭാഗത്തൂടെ പോകും. അത് ആരാധനയൊന്നുമല്ല. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ. വഹ്റ് മുതുകാണ്, മുതുകാണ്. പിന്നീട് അത് ശരീരത്തിന്റെ പിൻഭാഗം എന്ന നിലയ്ക്ക് ഉപയോഗിച്ചു. പിന്നീട് അത് ജനറൽ ആയിട്ട് ബഹൂർ എന്ന പിറകുഭാഗം എന്നും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വീട്ടിന്റെ പിറകുവശത്ത് കൂടെ പോകുന്നതിൽ വലിയ പുണ്യമൊന്നുമില്ല, അതിലൊരു പുണ്യമൊന്നുമില്ല. ലാകിന്നൽ ബിർറ, എന്നാൽ പുണ്യം, മനിത്തഖ, ഏതൊരുവൻ തഖ്വ പാലിക്കുന്നു അതാണ് പുണ്യം. ജീവിതത്തിന്റെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ, ജീവിതത്തിന്റെ ഇടപാടുകളിൽ, ജീവിതത്തിന്റെ നടപ്പുകളിൽ, ചുളുവെപ്പുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിലാണ് പുണ്യമുള്ളത്. വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹ, അതിന്റെ വാതിലുകളിലൂടെ വീടുകളിലേക്ക് പോകൂ നിങ്ങൾ. വഅത്തുൽ ബുയൂത, നിങ്ങൾ വീട്ടിലേക്ക് വരൂ. അത്തായത്തി വന്നു. വഅത്തു, അടക്കണ്ട, ഈത്തുവാണ് ശരിക്കുള്ളത്.
പിന്നെ വാ വന്നപ്പോ എന്തായി? വഅ്തു എന്നായി. അത്താ വന്നു, ഈത്തി വരുമെന്നാണ്. അപ്പൊ വാ ചേർന്ന് വന്നാൽ വഅ്തു. വഅ്തുൽ ബുയൂത്ത, നിങ്ങൾ വീടുകളിലേക്ക് വരൂ. മിൻ അബ്വാബിഹ, അതിന്റെ വാതിലുകളിലൂടെ. ഇത്തഖുല്ലാഹ്, അള്ളാഹെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ അള്ളാഹെ സൂക്ഷിക്കണം. അതാണ് വിജയം. നമ്മൾ ജയിച്ചോ എന്ന് ചോദിക്കുമല്ലോ. ഒരാളെ വിളിച്ചിട്ട് ജയിച്ചോ എന്ന് ചോദിക്കും. റിസൾട്ട് വന്നു. അപ്പൊ ഏതൊക്കെ കുട്ടികളായിരിക്കും സ്റ്റേഷനിൽപ്പെട്ട ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ എവിടെയായിരിക്കും, ഏത് ക്ലാസ്സിലായിരിക്കും? ഈ ക്ലാസ്സിലാണോ? ഉടനെ തന്നെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതൊക്കെ ഉണ്ട്. 12ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന ഉടനെ വിളിച്ച് ചോദിക്കും, ജയിച്ചോ എന്ന് ചോദിക്കും. ഇത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹെ സൂക്ഷിക്കുക, എങ്കിൽ വിജയം വരും. ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞിടത്തൊക്കെ നമ്മൾ ഒന്നുകൂടെ അത് പഠിച്ചു നോക്കുക. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അതിനോടനുബന്ധമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഗവേഷണം നടത്തും. തഖ്വയുടെ റിസൾട്ടായി എന്തൊക്കെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? തഖ്വ പാലിച്ച് ജീവിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ ഫലമുണ്ടാകും എന്ന് ഖുർആൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിലിടുക. വഖാത്തിലു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. ഒന്ന്, ആദ്യം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. എന്താണ്? യുദ്ധം നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു എന്നല്ല, ഖാത്തിലു എന്ന കൽപ്പനക്രിയയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ യുദ്ധം എന്ത് ചെയ്തിരിക്കുന്നു? നിയമമാക്കിയിരിക്കുന്നു. കൽപ്പന രൂപമാണ്. യുദ്ധം ചെയ്യണം. പക്ഷേ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? സബീലില്ല, അള്ളാന്റെ മാർഗത്തിലാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. ഖാത്തിലു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? ബഹുവചനമാണ് ഉപയോഗിച്ചത്. ഈ ബഹുവചനം ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, മുസ്ലിങ്ങളിൽ പെട്ട കുറച്ച് ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരോടും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് സ്റ്റേറ്റിനോടാണ് പറഞ്ഞിരിക്കുന്നത്, ഭരണകൂടത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യുദ്ധം ചെയ്യാൻ ആരാണ് ബാധ്യസ്ഥരായിട്ടുള്ളത്? ഭരണകൂടമാണ് ബാധ്യസ്ഥമായിട്ടുള്ളത്. ഇസ്ലാമിക വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ, ഇസ്ലാമിക ചട്ടക്കൂടുണ്ടെങ്കിൽ, ആ ചട്ടക്കൂടിന് ബാധകമാകുന്നതാണ് ഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന കൽപ്പന. അങ്ങനെ അവർ യുദ്ധം ചെയ്താൽ, അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് ഒരു അമീറുണ്ട്. ആ അമീർ കൂടിയാലോചനയിലൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ? കാര്യങ്ങൾ തീരുമാനിക്കാവൂ. അങ്ങനെ കൂടിയാലോചന സഭ കൂടി തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ ആ നേതാവിനെ അനുസരിക്കാൻ എല്ലാ ഉമ്മത്തും ബാധ്യസ്ഥരാണ്. ഉമ്മത്തിലുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് വേറെ അതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അങ്ങനെ അവർ പ്രഖ്യാപിച്ചാൽ എന്താണ്? യുദ്ധം എന്തായി? നിയമമായി. പിന്നെ അതിൽ നിന്നും മാറി വെക്കാൻ പാടില്ല. ഇനി അങ്ങനെ യുദ്ധം ചെയ്താൽ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യേണ്ടത്? അല്ല, അള്ളാഹുവിന് വേണ്ടി. അള്ളാന്റെ മാർഗത്തിലാണ് യുദ്ധം. അപ്പോ അള്ളാഹ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കണം. ഓരോ വിഷയത്തിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണല്ലോ യുദ്ധം ചെയ്യുക. അപ്പൊ ആ വിഷയത്തിൽ അള്ളാഹ് എന്ത് പറഞ്ഞിരിക്കുന്നു? റസൂലിന്റെ നടപടിക്രമം എന്ത് ഒക്കെ പഠിക്കണം. അയാൾ എടുത്തിയാടി എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, യുദ്ധം ആത്തിൽ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നു. ഇനി ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. അപ്പൊ നിങ്ങളോട് ഒരാൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്യണം. എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സുഖമായി കോഴിയുടെ ഇതൊക്കെ എടുത്ത് ഷവായൊക്കെ കഴിച്ചുകൊണ്ട് തിന്നോണ്ടിരുന്നാൽ മതിയോ? എന്നിട്ട് കുറെ ആഹാരങ്ങൾ പേശിക്കൊണ്ട് കളയുക. അല്ലെങ്കിൽ ആടിന്റെ തല അങ്ങനെയൊക്കെ
ചോദിച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, ഓരോരുത്തരും അള്ളി വാരി തിന്നുക, തിന്ന് അവസാനം മതിച്ച് കിടന്നുറങ്ങുക. നമ്മളോട് എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാണ്. നമ്മളോട് അവർ നമ്മളോട് യുദ്ധം ചെയ്യും. അല്ലതീന യുക്കാത്തിരൂനക്കും, നിങ്ങളോട് ആര് യുദ്ധം ചെയ്തോ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. പക്ഷേ എന്ത് ചെയ്യണം? എന്ത് ചെയ്യരുത്? ലാ താഴ്ത്തതൂ, പരിധി ലംഘിച്ചു. അപ്പൊ പരിധി ലംഘിക്കാൻ പാടില്ല. അപ്പൊ പരിധി എന്ത് എന്ന് പഠിച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ പോകാൻ. പരിധി എന്ത് എന്ന് പഠിച്ചിട്ട് വേണം യുദ്ധം ചെയ്യാൻ പോകാൻ. ലാ താഴ്ത്തതൂ, പരിധി ലംഘിക്കാൻ പാടില്ല. അല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അങ്ങനെ പരിധി ലംഘിച്ച് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹ് ഇഷ്ടപ്പെടാത്തവന്റെ കൂട്ടത്തിൽ പെട്ടു. ഞാൻ പോയിട്ട് എന്താ കാര്യം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. നമ്മൾ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ChatGPT നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സമയം പോയത് കേട്ടോ. എന്റെ കുറ്റം വേണ്ട. ChatGPT ഇൻസ്റ്റാൾ ചെയ്യുന്നവർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്തി ഗ്രൂപ്പിലിടെ ഡിസ്കഷൻ ആക്കി. ഉസ്താദെ, ഒരു സംശയം ചോദിക്കട്ടെ. ആ, ഇവിടെ നമുക്ക് കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണത്? അന്ന് ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശയം വരുന്നു. അന്ന് സഹോദരി ഇല്ലായിരുന്നു അന്ന്. അല്ല, അതിന്റെ മതം എനിക്ക് മനസ്സിലായില്ല. അത് നമ്മളിപ്പോ ഒരു ആൾ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എങ്ങനെ അയാളോടല്ലേ വേറെ സ്വതന്ത്രനും അടിമയൊക്കെ പറയുന്നതാണ് അവിടെ സ്ത്രീ അടിമയൊക്കെ പറയാനുള്ള കാരണം എന്തായിരുന്നു? അന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ചിലപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു യജമാനന്റെ കുടുംബത്തിലെ ഒരാളാണ് വേറൊരാളെ കൊന്നതെങ്കിൽ, യജമാന്മാരുണ്ടല്ലോ, ഉന്നത കുലജാതരായ ആൾക്കാർ, അങ്ങനെ കുലീനരായ ആൾക്കാരാണ് അയാളാണ് കൊലപാതകിയെങ്കിൽ, ഘാതകൻ കൊന്നയാളെങ്കിൽ അയാൾക്ക് എതിരെ ആണല്ലോ നിയമം വരിക. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാളെ കൊല്ലണം. അങ്ങനെ ഒരു അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പകരം അയാളുടെ അടിമയെ കൊല്ലാൻ പറയും. ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രനെ തന്നെയാണ് കൊല്ലേണ്ടത്. അപ്പോഴും അയാളെ തന്നെയല്ലേ വേണ്ടത്? സ്വതന്ത്രം തന്നെയെന്ന് പറഞ്ഞാൽ അയാളെ തന്നെയാണ് കൊല്ലേണ്ടത്. പക്ഷെ അവിടെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? അതിന്റെ അയാൾക്ക് പകരം വേറൊരാളിനെ കൊടുക്കുമ്പോൾ അതിനെയും എന്ത് ചെയ്യാണ്? അത് തന്നെ ന്യായമല്ല, മറിച്ച് എന്താണ്? അത് തന്നെയും ന്യായമല്ല. അതേസമയം അവര് കണ്ടെത്തുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അയാൾ കുലീനാണ്, അയാൾ കൊല്ലാൻ പാടില്ല. അയാൾക്ക് പകരം വേറൊരു കുലീനല്ലാത്ത ആളെ കൊന്നാ മതി എന്നൊരു ചിന്താഗതിയാണ് അവർക്കുണ്ടാവുക. അങ്ങനെ ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. അതിനെ തുടച്ചു നീക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഈ പറഞ്ഞതുപോലെ അപ്പൊ നിങ്ങൾ ChatGPT ഉപയോഗിക്കുന്നുണ്ടോ? അതല്ല, അതുപോലെ ഇപ്പോ ഒരു അടിമയെ കൊല്ലുന്നത്, ഒരു അടിമയ്ക്ക് പകരം മറ്റൊരു അടിമ എന്ന് പറയുന്നത്. അപ്പൊ കൊല്ലുന്നത് അടിമ ആവണമെന്നില്ലല്ലോ. അപ്പൊ ഒരു അടിമയെ വേറൊരാൾ കൊല്ലുകയാണെങ്കിൽ അതെന്താ ചെയ്യാ? അടിമയാണ് കൊന്നിട്ടുള്ളതെങ്കിൽ അടിമയുടെ യജമാനല്ല കൊല്ലേണ്ടത്. അടിമയെ തന്നെയാണ് കൊല്ലേണ്ടത്. അല്ല, അവിടെ പറയുന്നത് ഒരാളെ മാറ്റാൻ പാടില്ല എന്നാണ്. അയാളെ മാറ്റിയിരുന്നത് എന്തുകൊണ്ടാണ് അവർ മാറ്റിയിരുന്നത്? അയാളെ യജമാനാണ്, ഉന്നത കുലജാതനാണ്. അങ്ങനെ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? അയാളെ മാറ്റിയിട്ട് വേറെ പകരം ഒരാളെ കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അടിമയാണോ യജമാനാണോ നോക്കേണ്ട കാര്യമില്ല. അതാണ് നിയമത്തിന്റെ കാരണം, അങ്ങനെ പറയാൻ കാരണം. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ആഴത്തിൽ ഗ്രഹിക്കാനും അതിനോടുള്ള അഭിനിവേശം നിലനിർത്താനും ആ അഭിനിവേശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും വർക്ക് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ക്ലേശങ്ങളും ദുരിതങ്ങളും അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. മുസ്ലിം നേതാക്കന്മാർക്ക്, മുസ്ലിം രാജാക്കന്മാർക്ക് ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള സന്മനസ് അള്ളാഹ് കൊടുക്കട്ടെ. ബോധോദയം ഉണ്ടാകട്ടെ, വളർച്ച ഉണ്ടാകട്ടെ അവർക്ക്. നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഹിബുൽ മുഅ്തദീൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ വിശദീകരണം പിന്നെ
പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ എന്താ അറിയേണ്ടത്? ആ പരിധി ലംഘിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അല്ല, അതിന് കുറെ പറയാണ്ട് ഉസ്താദ് പറഞ്ഞില്ലേ. അതിലാണോ പറയേണ്ടതെന്ന് പറഞ്ഞത്? ഖാത്തിലു ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാം. യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റയടിക്ക് നമ്മൾ കയറി യുദ്ധം പ്രഖ്യാപിക്കാനോ, അതേപോലെ ഞാൻ മറ്റേ ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്, അയാളെ ഞാൻ കൊല്ലാൻ പോവാണ് എന്നൊക്കെ ഒന്നും പറയാൻ ഒരു വ്യക്തിക്ക് അധികാരമില്ല. സമൂഹത്തിന്റെ ബാധ്യതയാണത്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കല്ലുപ്പും കുരുമുളകും കൂടി കടിച്ചു തിന്നൊക്കെ കുത്തിയുള്ള ചുമ മാറും. നോക്കാം. ജസാക്കില്ലാഹ് ഖൈറൻ. കുറെയൊക്കെ അറിയുന്നതൊക്കെ ചെയ്തു. ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ചുമച്ചു പോകണം. അകത്തെന്തെങ്കിലും ഉണ്ടാകും, അത് പുറത്തു പോകാന്നുള്ളതാണ് ശരീരത്തിന്റെ ഘടന. പോയി കഴിഞ്ഞാൽ മാറും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.